യമനിലെ മിലിറ്ററി ക്യാമ്പുകൾക്ക് നേരെ ഹൂതി വിമതർ നടത്തിയ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 30 പേർ കൊല്ലപ്പെട്ടു. മാരിബ്, ഹദ്രമൌത്ത് പ്രവിശ്യകളിലെ സൈനിക ക്യാമ്പുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കുറഞ്ഞത് 30 യമൻ സൈനികരെങ്കിലും കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ മരണസംഖ്യ 58 കടന്നതായി രാജ്യാന്തര വാർത്താ ഏജൻസിയായ AFP സൈനിക സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. യമനിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക ഏറ്റുമുട്ടലാണ് നടന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വ്യാഴാഴ്ച പ്രാദേശിക സമയം രാവിലെ 10:40ഓടെയാണ് ആക്രമണം ഉണ്ടായത്. മാരിബിലെ അൽ റുവൈഖ്, അൽ അബ്ർ, അൽ വാദിയ എന്നീ പ്രദേശങ്ങളിലെ ക്യാമ്പുകളിലാണ് മിസൈലുകളും ഡ്രോണുകളും പതിച്ചത്. ആക്രമണം വഞ്ചനാപരമെന്ന് വിശേഷിപ്പിച്ച യമൻ പ്രതിരോധ മന്ത്രാലയം അനുയോജ്യമായ സമയത്തും സ്ഥലത്തും കടുത്ത തിരിച്ചടി നൽകുമെന്നും പ്രഖ്യാപിച്ചു. മരണസംഖ്യ ഇനിയും കൂടാനിടയുണ്ടെന്ന് യമൻ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. 2022 ശേഷം രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണിതെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. മറ്റൊരു സംഭവത്തിൽ സൗദി അറേബ്യൻ അതിർത്തി പ്രദേശമായ നജ്റാനിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ 4 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 7 സൗദി പൗരന്മാരും യമൻ, പാകിസ്ഥാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ പൗരന്മാരും ഉൾപ്പെടുന്നു. എന്നാൽ സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുകയായിരുന്ന സൗദി പിന്തുണയുള്ള സൈനിക കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് ഹൂതി വിമതർ അവകാശപ്പെട്ടു. ആക്രമണത്തിൽ നൂറുകണക്കിന് സൈനികർക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നും നിരവധി സൈനിക വാഹനങ്ങളും കെട്ടിടങ്ങളും ആയുധങ്ങളും തങ്ങൾ നശിപ്പിച്ചതായി ഹൂതി സൈനിക വക്താവ് യാഹിയ സരിയ പറഞ്ഞു. അതേസമയം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നും സൈന്യ വക്താവ് അവകാശപ്പെട്ടു. കഴിഞ്ഞ 4 വർഷമായി നിലനിന്നിരുന്ന താൽക്കാലിക ശാന്തതയ്ക്ക് ശേഷമാണ് യമനിൽ സൗദി പിന്തുണയുള്ള സർക്കാരും ഇറാൻ അനുകൂലികളായ ഹൂതികളും തമ്മിലുള്ള പോരാട്ടം വീണ്ടും ശക്തമാകുന്നത്. നേരത്തെ ജൂലൈ ആദ്യത്തിൽ സന വിമാനത്താവളത്തിൽ ഇറാനിയൻ വിമാനം ഇറങ്ങുന്നത് തടഞ്ഞതായി ഹൂതികൾ ആരോപിച്ചിരുന്നു. തുടർന്ന് ജൂലൈ 13 സർക്കാർ സേന സന വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി സൗദി അറേബ്യയിലെ അബ എയർപോർട്ടിന് നേരെ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും സൗദി സേന അത് തടഞ്ഞിരുന്നു. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. പോരാട്ടം വീണ്ടും ശക്തമാകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ കൈവരിച്ച ശാന്തത ഇല്ലാതാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹഖ് മുന്നറിയിപ്പ് നൽകി. ഹൂതികളുടെ നടപടി ഭീരുത്വം നിറഞ്ഞതെന്ന് വിശേഷിപ്പിച്ച US മിഷൻ ഇത് ഭീകരവാദത്തിന്റെ തെളിവാണെന്നും കൂട്ടിച്ചേർത്തു. 2014 ആരംഭിച്ച യമൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇതുവരെ 1.5 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ. 2.2 കോടിയിലധികം ആളുകൾ ദുരിതത്തിലായ സംഘർഷം നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധികളിലൊന്നാണ്. 2022 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വീണ്ടും താളം തെറ്റിയിരിക്കുകയാണ്. ജൂലൈ 20 സൗദിക്കെതിരെ സമുദ്ര ഉപരോധം പ്രഖ്യാപിച്ച ഹൂതികൾ മിസൈൽ ആക്രമണങ്ങൾ ശക്തമാക്കിയിരുന്നു. ഇതിന് മറുപടിയായി ചെങ്കടലിലെയും ഏതൻ ഉൾക്കടലിലെയും കപ്പൽ ഗതാഗതം സംരക്ഷിക്കാൻ 43 രാജ്യങ്ങളെ ഉൾപ്പെടുത്തി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ പുതിയ നാവിക സഖ്യം രൂപീകരിച്ചിരുന്നു. മറുവശത്ത് പേർഷ്യൻ ഉൾക്കടലിലെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ട പശ്ചാത്തലത്തിൽ ചെങ്കടലിലെ പുതിയ സൈനിക നീക്കങ്ങൾ രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. 2014 ഹൂതികൾ തലസ്ഥാനമായ സന പിടിച്ചെടുത്തതോടെയാണ് യമനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത്. തുടർന്ന് 2015 സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന യമനിൽ സൈനിക ഇടപെടൽ നടത്തിയെങ്കിലും പോരാട്ടം ഇന്നും തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.